എല്ലാവർക്കും നമസ്കാരം. എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് റില്ലി. ഞാൻ നവംബർ 2023 ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. കഴിഞ്ഞ മാർച്ച് 2023 ക്യാപ്സ് റിസൾട്ട് 94% ഉണ്ടായിരുന്നു എലൈറ്റ് എക്സ്പെർട്ടൈസിൽ. നമ്മുടെ കൂടെ ഉള്ളത് സൗമ്യയാണ്. സൗമ്യ മാർച്ച് ബാച്ചിൽ ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻ സൗമ്യ. സൗമ്യയുടെ ബാക്ക്ഗ്രൗണ്ടും എവിടെയാ പഠിച്ചത്, ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തതൊക്കെ ഒന്ന് പറയാമോ, എവിടെയായിരുന്നു? ഓക്കെ ഞാൻ ട്രിവാൻഡ്രത്ത് എഴുത്തച്ഛൻ കോളേജിൽ നിന്നാണ് M.Com ഗ്രാജുവേറ്റ് ചെയ്തത് 2019. പിന്നെ ഇത് ക്യാപ്സിനെ കുറിച്ച് ശരിക്കും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. ഹസ്ബൻഡ് ആയിരുന്നു ഇത് സപ്പോർട്ട് ചെയ്തത് തന്നെ ഇത് എഴുതാനായിട്ട്. പിന്നെ ഇത് കുറെ അന്വേഷിച്ചായിരുന്നു ക്യാപ്സിനെ കുറിച്ചും. പിന്നെ കുറെ കോച്ചിങ് സെന്ററിലൊക്കെ ഞാൻ അപ്രോച്ച് ചെയ്തു. പക്ഷെ ലൈറ്റ് എക്സ്പെർട്ടൈസ് ആയിരുന്നു എല്ലാം കൊണ്ടും നല്ലതായിട്ട് നമുക്ക് തോന്നിയത്. അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിരുന്നു, നമുക്ക് റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതാണ് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്കൊരു 2 years ആയിട്ടുള്ള മോളുണ്ട്. അപ്പൊ എനിക്ക് ഒത്തിരി പഠിക്കാനായിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാനായിട്ട് എനിക്ക് എന്തായാലും പറ്റില്ലായിരുന്നു. ഈ ലൈറ്റ് എക്സ്പെർട്ടൈസിന് മെയിൻ ആയിട്ടും നല്ലൊരു ടെക്നിക്കൽ ടീം ഉണ്ടല്ലോ. അതായത് നമുക്ക് അന്നുള്ള ലെക്ചേഴ്സ് ഒക്കെ നമുക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോസ് ആയിരുന്നാലും അവൈലബിൾ അല്ലേ. അപ്പൊ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ടൈം കിട്ടുമ്പോൾ ഇന്ന് നമുക്ക് വേണേ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് സ്പീഡ് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അതിലുണ്ടായിരുന്നു ഇലൈറ്റില്. കാരണം ഇലൈറ്റ് ആയിരുന്നു ഞാൻ സെലക്ട് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇലൈറ്റ് തന്നെ. എന്തായാലും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഇലൈറ്റ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാ ക്യാപ്സ് ചൂസ് ചെയ്യാൻ കാരണം? അതായത് ഗൾഫില് ഹസ്ബൻഡും സെയിം ഫീൽഡ് ആട്ടോ. അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണ് ഇപ്പൊ. അപ്പൊ ഗൾഫിൽ നിന്ന് മാറി അതായത് യൂറോപ്പിലെ ഒരു കൺട്രിയിൽ നല്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടും അത് തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ക്യാപ്സ് ആകുമ്പോൾ നമുക്ക് ജോബായിട്ട് തന്നെ പോകാമല്ലോ. സ്റ്റഡി വിസ അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള കാരണം ക്യാപ്സ് തന്നെയാണ് ചൂസ് ചെയ്തത്. എത്ര മന്ത്സ് ക്യാപ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു? ആക്ച്വലി ഞാൻ സെപ്റ്റംബറിലായിരുന്നു ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ നവംബർ ബാച്ചിന്റെ പ്രീ റെക്കോർഡഡ് ലെക്ചേഴ്സ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ടൈം എടുക്കുമല്ലോ, എനിക്ക് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഡെയിലി കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആ പ്രീ റെക്കോർഡഡ് ലെക്ചേഴ്സ്. പിന്നെ നമ്മുടെ റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ കുറച്ചും കൂടി അവേഴ്സ് കൂട്ടി അങ്ങനെ ഡെയിലി പഠിക്കാൻ തുടങ്ങി. ടോട്ടല് അറൌണ്ട് ഒരു 6 months. പറഞ്ഞു 6 months എടുത്തു എനിക്ക്. കാരണം നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത തന്നെ ടൈം എടുത്ത് അതനുസരിച്ചായിരുന്നു അങ്ങനെയായിരുന്നു പഠിച്ചത്. ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയപ്പോ തന്നെ ഞാൻ കോൺഫിഡന്റ് ആയി. ഞാനും ആക്ച്വലി ഞാൻ ക്ലിയർ ചെയ്യുന്ന കോൺഫിഡന്റ് ആയി മാമിന്റെ. ഓക്കെ, ഞാനും ആക്ച്വലി ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനൊക്കെ. അപ്പം ഈ റെക്കോർഡ് സെക്ഷൻസ് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് നമ്മുടെ സമയത്തിന് നമ്മുടെ സൗകര്യത്തിന് ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു. നമുക്കങ്ങനെ ലൈവ് ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല, കാരണം സെയിം വീഡിയോസ് തന്നെയല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ശരിക്കും എനിക്ക്. പിന്നെ ഈ ക്യാപ്സിന്റെ പ്രിപ്പറേഷൻ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി വല്ലതും ഉണ്ടോ പറയാൻ? അങ്ങനെ സ്ട്രാറ്റജി ആയിട്ട് എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഹാരിക മാമിന്റെയും ആരിഫ് സാറിന്റെയും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ആ സ്റ്റാർട്ടിംഗ് ക്ലാസ്, അത് ആ ഒരു ബേസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കോൺഫിഡന്റ് ആയി. ശരിക്കും ക്യാപ്സ് ഞാൻ ക്ലിയർ ചെയ്യുമെന്ന് എനിക്കൊരു കോൺഫിഡന്റ് ആയി. നോർമലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോവുകയും കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ മഗപ്പ് ചെയ്ത് അങ്ങനെ പോവുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ മാമിന്റെ സാറിന്റെ ക്ലാസ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, നല്ല ക്ലാസ് ആണ്. ഇതുവരെ ഞാൻ അങ്ങനെ നമ്മുടെ ബാച്ചിലേഴ്സിനായിരുന്നാലും മാസ്റ്റേഴ്സിന് ഇങ്ങനെ ഒരു ടീച്ചിങ് സ്റ്റൈല് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നല്ല രീതിയിലാണ് ക്ലാസ്. എനിക്ക് പറയാതിരിക്കെ ആർക്ക് വേണോ അത് മനസ്സിലാവും. അത്ര നന്നായിട്ടാ ക്ലിയർ ആയിട്ടാ പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആണ് ക്ലാസ്. അതെ, നമ്മള് കൺഫ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഉണ്ടാവൂല. അതെ, മാമിന്റെ സാറിന്റെ ക്ലാസ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ നവംബറിൽ എക്സാം എഴുതിയിട്ട് ഇപ്പോഴും എനിക്ക് സാറിന്റെ മാമിന്റെ ക്ലാസ് ഓർമ്മയുണ്ട്. സാറും മാമും പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. എനിക്കിപ്പോഴും തലയിലുണ്ടല്ലോ. എനിക്കതെ, ഇപ്പൊ നമുക്ക് സാധാരണ അങ്ങനെയല്ലല്ലോ, എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ അവിടെ അങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മാമിന്റെ സാറിന്റെ ക്ലാസ് നമ്മൾ മറക്കൂല. ആര് ചോദിച്ചാലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഉണ്ടാവും.
നമുക്ക് കുറെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ എക്സാമിന്. അപ്പം അതെ എലൈറ്റ് അതെ അതെ എക്സ്പെർട്ടൈസ് അതെ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തേ? തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തു പോയ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പായിട്ടും പറ്റില്ല. ഇപ്പൊ ഞാൻ ക്യാപ്സ് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈസി ആണെന്ന് പറയാൻ കാരണം ഞാൻ ഇലൈറ്റിൽ നിന്ന് കോച്ചിങ് എടുത്ത മാമിന്റെ സാറിന്റെ ക്ലാസ് കാരണമാണ് ഞാൻ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്. എഴുതാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ ക്യാപ്സിന്റെ. മറ്റു കോച്ചിങ്ങിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. മാമിന്റെ സാറിന്റെ ക്ലാസ് ബെസ്റ്റാ. ഇനിയുള്ള ക്യാപ്സ് എക്സ്പീരിയൻസിന് എലൈറ്റ് എക്സ്പെർട്ടൈസിന് എത്രത്തോളം റെക്കമെൻഡ് ചെയ്യും? തീർച്ചയായും 100%. ഞാൻ എന്തായാലും പറയാം ഇലൈറ്റ് പോയാൽ മതി എന്ന്. ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് കുറച്ചുപേരൊക്കെ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഇലൈറ്റ് ജോയിൻ ചെയ്യാനാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ടെക്നിക്കൽ വൈസ് ആയാലും എല്ലാം അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ലെക്ചേഴ്സ് ആയിരുന്നാലും എല്ലാം ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കോച്ചിങ് എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇലൈറ്റ് എക്സ്പെർട്ടൈസ്. ഞാൻ എന്തായാലും ഇലൈറ്റ് എക്സ്പെർട്ടൈസ് തന്നെയാണ്. ഇനിയുള്ള ക്യാപ്സ് ആസ്പിരൻസ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ? അല്ല, ക്യാപ്സ് ടഫാണ്. കുറെ പേർക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. എനിക്ക് ശരിക്കും അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. കൊച്ചുണ്ട്, എനിക്ക് പറ്റുമോ, അതാണ് ഞാൻ ഭയങ്കരമായിട്ട് മടിച്ചിരിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡ് ആണ് പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പറ്റും. അങ്ങനെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അത് കാരണം മാത്രം ആ ഒരു സപ്പോർട്ട് ഉള്ള കാരണം ഞാൻ അങ്ങ് ഇറങ്ങി തിരിച്ചതാ. പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കാരണം അതായത് എല്ലാരും അത് അങ്ങനെ വിചാരിച്ച് മടിച്ചിരിക്കരുത്. നമ്മൾ ഇറങ്ങി തിരിക്കണം അതിനായിട്ട്. എന്തായാലും പറ്റും. പിന്നെ ഇലൈറ്റ് ചൂസ് ചെയ്യാം. പിന്നെ 100% ഷുവർ ആണ് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സൗമ്യയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നടക്കട്ടെ. PT ഒക്കെ എഴുതിയെടുക്കാൻ പറ്റട്ടെ, EO ഒക്കെ സബ്മിറ്റ് ചെയ്യാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.